എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 7-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂലങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. സിജു വിൽസൺ പ്രധാന വേഷത്തിലെത്തിയ ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഡോസ്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടക്കുന്ന ദുരൂഹമായ മരണങ്ങളും അതിനു ചുറ്റുപറ്റുള്ള കുറ്റാന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. വ്യത്യസ്തമായ ഒരു അന്വേഷണ രീതി പിന്തുടർന്നുകൊണ്ട് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി മെഡിക്കൽ ലോകത്തെ ക്രൈം പശ്ചാത്തലമാക്കി ഒരുക്കിയ സിനിമയാണ് ഡോസ്. ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത്, ആഹ OTT പ്ലാറ്റ്ഫോം, ലയൺസ്ഗേറ്റ് പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമുകളോടെ ജൂലൈ മാസം 10-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഇന്ദ്രൻസ് മധുബാല പ്രധാന വേഷത്തിലെത്തിയ ചിന്ന ചിന്ന ആശൈ. ഈ ഫീൽ ഗുഡ് കുടുംബ ചിത്രം വാരണാസിയുടെ പശ്ചാത്തലത്തിലാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നിലവിൽ മികച്ച പ്രതികരണങ്ങളോടെയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. സാധാരണയായി റിലീസിന് ശേഷം 4 മുതൽ 6 ആഴ്ചക്കുള്ളിലാണ് OTTയിൽ സിനിമകൾ എത്താറുള്ളത്. അങ്ങനെയാണെങ്കിൽ ജൂൺ 19 റിലീസ് ചെയ്ത ഈ മൂവി ജൂലൈ മാസം അവസാനത്തിലോ ഓഗസ്റ്റ് മാസം ആദ്യവാരത്തിലോ OTT സ്ട്രീമിംഗ് ആരംഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതൊരു ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഫിലിമാണ് ഹാംനെറ്റ്. ലോക പ്രശസ്ത സാഹിത്യകാരൻ വില്യംസ് ഷേക്സ്പിയറിന്റെ ഭാര്യ ആഗ്നസ് ഹാത്വേയുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു ദുരന്തത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തെലുങ്ക് മൂവിയാണ് പെഡ്ഡി. ബുച്ചി ബാബു സനയുടെ സംവിധാനത്തിൽ രാം ചരൺ കേന്ദ്ര കഥാപാത്രമായി എത്തിയൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണിത്. ജാൻവി കപൂർ, ശിവരാജ് കുമാർ, ജഗപതി ബാബു, ദിവ്യേന്ദു, ബോമൻ ഇറാനി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഏകദേശം ഈ മൂവിയുടെ ബഡ്ജറ്റ് വരുന്നത് 350 കോടി രൂപയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്കു, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 9-ന് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി പരിമള ആൻഡ് കോ. 10 കോടി ബഡ്ജറ്റ് നിർമ്മിച്ച ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിയാണ്. ചെന്നൈയിൽ താമസിക്കുന്ന സാധാരണ കുടുംബമാണ് പരിമളയുടേത്. ഇവരുടെ മകളെ നിരന്തരമായി ശല്യം ചെയ്യുന്ന ഒരു ലോക്കൽ ഗുണ്ടയെ അപ്രതീക്ഷിതമായി കൊല്ലാൻ കുടുംബം നിർബന്ധരാകുന്നു. ഈ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആ മൃതദേഹം പോലീസിന്റെ കണ്ണിൽപ്പെടാതെ മറവ് ചെയ്യാനും അവർ നടത്തുന്ന രസകരമായ ശ്രമങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത് ജയറാം, ഉർവശി, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ത്രില്ലർ ചിത്രമാണ് പരിമള ആൻഡ് കോ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 10-ാം തീയതി തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് കൊത്തമലുപ്പു. ആകാശ് ഗോപരാജു, ഭൈരവി ആർദ്യ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയൊരു റൊമാൻറ്റിക് കോമഡി സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് കൊത്തമല്ലുപ്പു. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ബാൾട്ടി. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് കഥ നടക്കുന്നത്. കബഡിക്കളിയും ഗുണ്ടാസംഘങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട കഥയാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ബാൾട്ടി. നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലിവ് ആണ്. ജൂലൈ മാസം 10-ആം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഫ്രഞ്ച് ആക്ഷൻ സയൻസ് ഫിക്ഷൻ സീരീസ് ആണ് ദ സെന്റിനൽസ്. 1-ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 1915-ൽ 1-ാം ലോക മഹായുദ്ധത്തിന്റെ മുൻനിരയിൽ പോരാടിയ ഗബ്രിയേൽ ഫെറോഡിന് മാരകമായി പരിക്കേൽക്കുകയും അങ്ങനെ ഗബ്രിയേൽ മരിച്ചുവെന്ന് കുടുംബം കരുതുകയും എന്നാൽ ഫ്രഞ്ച് സൈന്യത്തിന്റെ ഒരു ശാസ്ത്രീയ പരീക്ഷണത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക സെറം ഗബ്രിയേലിന്റെ ശരീരത്തിൽ കുത്തിവെക്കുകയും ഇതോടെ അവൻ സാധാരണ മനുഷ്യനേക്കാൾ ശക്തനായി മാറുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ജൂലൈ മാസം 10-ആം തീയതി മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയിൽ ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ദക്ഷിണ കൊറിയൻ വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ആകെ 8 എപ്പിസോഡുകളുള്ള ഒരു ഡാർക്ക് ഫാന്റസി വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ഒരു സാങ്കല്പിക ചരിത്ര പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണിത്. ഒരു കൊട്ടാരത്തിലെ രാജകുമാരന് ക്രൂരമായ ശാപം കിട്ടുകയും അതിനോടനുബന്ധിച്ച് കൊട്ടാരത്തിനകത്ത് നടക്കുന്ന ഭീതിജനകമായ അമാനുഷിക സംഭവങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 17 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്കു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്തൊരു ബോളിവുഡ് കോമഡി ചിത്രമാണ് വെൽക്കം ടു ദി ജംഗിൾ. അക്ഷയ് കുമാർ, സാക്കിർ ഹുസൈൻ, അർഷാദ് വാർസി, സുനിൽ ഷെട്ടി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓഗസ്റ്റ് 7-നും ഓഗസ്റ്റ് 21-നും ഉള്ളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസിന് ഒരുങ്ങുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഇക്ക. സണ്ണി ഡിയോൾ, അക്ഷയ് ഖന്ന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് P മൽഹോത്ര സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ ലീഗൽ ത്രില്ലറാണ് ഇക്ക. 29 വർഷങ്ങൾക്ക് ശേഷം സണ്ണി ഡിയോളും അക്ഷയ് ഖന്നയും വീണ്ടും ഒന്നിക്കുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഇവരെ കൂടാതെ ദിയ മിർസ, തിലോത്തമ ഷോം, സഞ്ജീത ഷെയ്ഖ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 10-ആം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹോളിവുഡ് റൊമാൻറ്റിക് ബ്ലാക്ക് കോമഡി ചിത്രമാണ് ദ ഡ്രാമ. ജൂലൈ മാസം 31 മുതൽ HBO മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു അമേരിക്കൻ സർവൈവൽ ഹൊറർ അഡ്വഞ്ചർ ചിത്രമാണ് ദ ഡെവിൾ മൗത്ത്. തായ്ലാൻഡിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന 5 സുഹൃത്തുക്കൾ അവിടെയുള്ള ദ ഡെവിൾസ് മൗത്ത് എന്ന് വിളിക്കുന്ന കടലിനടിയിലുള്ള ഒരു ഗുഹയിലേക്ക് ഒരു ഗൈഡിന്റെ സഹായത്തോടെ നീന്തി പോവുകയും ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തിടക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോവുകയും അതുമൂലം ഉണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജൂലൈ മാസം 29 മുതൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് പള്ളിച്ച
പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസിനെ കൂടാതെ കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ്, സുധീർ കരമന എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. പൃഥ്വിരാജ് അതിഥി വേഷത്തെത്തുന്ന ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ജൂലൈ മാസം OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.